പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരാണോ? അമ്മായിമ്മയും മരുമകളും തമ്മിൽ വഴക്കുള്ള ഭവനമാണോ? ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ ഭാരപ്പെടുകയാണോ? എന്നാൽ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് നമ്മൾ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. രൂത്തിന്റെ പുസ്തകം 3:18 വായിക്കാം. എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. രൂത്തിന്റെ പുസ്തകം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം, എന്നാൽ വായിക്കാത്ത പലരും കാണും. ബേത്ലഹേമിലുള്ള ഒരു കുടുംബത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എലിമെലേക്ക്, നവോമി, കില്യോൻ, മഹളോൻ. ഈ കുടുംബം ബേത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ ഭവനമാണ്, ഭവനമാണ്. അവിടെ ക്ഷാമം വന്നപ്പോൾ അവർ മോവാബ് ദേശത്ത് കടന്നു പോകേണ്ട അവസ്ഥ കടന്നു വന്നു. അവർ ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ, മോവാബ്യര് ഒരു ദേശം, ഒരു ശപിക്കപ്പെട്ട ദേശമാണ്. ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ അവരവിടേക്ക് പോകുവാനിടയായി, ക്ഷാമം കാരണം. അവിടെ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ കുറേ നാൾ താമസിച്ചപ്പോൾ എലിമേലേക്ക് മരിച്ചു. അവരുടെ 2 മക്കളും വിവാഹിതരായി. അവിടെ ചെന്നതിന് ശേഷം ആ 2 ആൺമക്കളും മരിക്കേണ്ട അവസ്ഥ വന്നു. ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രിയരെ, ദൈവ സന്നിധിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറിപ്പോകാൻ പാടില്ല. ദൈവ സന്നിധി വിട്ട് നമ്മൾ മാറിപ്പോകാൻ പാടില്ല. ദൈവം അനുവദിക്കാത്ത ദേശത്ത് നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മുഴുവനും നഷ്ടമാണ് വന്നത്. കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം നവോമി തിരിച്ച് സ്വന്തം ദേശത്ത് ബേത്ലഹേമിലെ ക്ഷാമം മാറിയപ്പം തിരിച്ചു വന്നപ്പോൾ എല്ലാവരും നവോമി എന്ന് വിളിച്ചു. എന്നാൽ നവോമി പറയുന്നത്, എന്നെ നിങ്ങൾ നവോമി എന്ന് വിളിക്കണ്ട, എന്നെ മാറ എന്ന് വിളിക്കാൻ പറയുന്നു. ഞാൻ എല്ലാം ഉള്ളവളായിട്ട് അവിടെ പോയി എങ്കിലും തിരിച്ച് ഒന്നുമില്ലാതെ ശൂന്യമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയ കയ്പായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നവോമി അവളുടെ സാക്ഷ്യം പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ട് മക്കളെ. എന്നാൽ ദൈവസന്നിധാനത്തിൽ വിട്ട് നമ്മൾ പുറമോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനേകം നഷ്ടങ്ങൾ നേരിടും. പിന്നീട് ഇവിടെ നമ്മൾ നവോമിയുടെയും രൂത്തിൻ്റെയും ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കാണുവാൻ നമുക്ക് കഴിയുന്നു. നവോമി ഒരു അമ്മായിമ്മയാണ്, രൂത്തോ ഒരു മരുമകളാണ്. അവളൊരു മോവാബിയ സ്ത്രീയായിരുന്നു. രൂത്ത് നവോമിയോടുകൂടെ പറ്റിച്ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നു. നവോമി മോവാബ് ദേശത്ത് പോയതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ അനേകം നഷ്ടങ്ങൾ വന്നുവെങ്കിലും അവളുടെ ദൈവത്തെ കൈവിട്ടില്ല. ദൈവവുമായിട്ട് പറ്റിയിരുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നു. അവളുടെ ആ സ്വഭാവം മുഖാന്തരം ദൈവത്തെ ആരാധിച്ചിരുന്നത് കൊണ്ട് രൂത്ത് ആ ദൈവത്തെ അറിയുവാനിടയായി. നവോമി തിരിച്ചു വരുന്ന സമയത്ത് രൂത്ത് പറയുന്നു, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്നെ എവിടെ അടക്കുന്നുവോ അവിടെ എന്നെയും അടക്കും. ആ രൂത്തിൻ്റെ ഒരു തീരുമാനമാണ്, പ്രിയരെ, അവൾ ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ ഇടയായതും നവോമിയോടെ പറ്റിച്ചേർന്നിരുന്നതും. ഇന്ന് അനേക അമ്മായിയമ്മയും മരുമക്കളെയും നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ചേർന്ന് പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ശത്രുത്വം, പിശാചാണ് ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ നമ്മൾ സ്വന്തം മക്കളെ മാതാവിനെ പോലെ, അമ്മമാരെ പോലെ അമ്മായിമ്മയെ സ്നേഹിക്കണം. സ്വന്തം മക്കളെ പോലെ മരുമക്കളെ സ്നേഹിക്കണം എന്നുള്ള ഒരു ഉപദേശമാണ് നമുക്കിവിടുന്ന് ലഭിക്കുന്നത്. അതുപോലെ രൂത്തിൻ്റെ ഭർത്താവ് മരിച്ചുപോയെങ്കിലും അവൾക്ക് നല്ലൊരു വീണ്ടെടുപ്പുകാരനായ ബോവസിനെ കിട്ടുവാനിടയായി. അവൾ ആ നവോമിയുടെ ദൈവത്തോട് പറ്റിച്ചേർന്നുകൊണ്ടാണ് യേശുക്രിസ്തു, ഇവിടെ ബോവസിനെ പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ അവളുടെ വസ്തുവും അവളെയും വീണ്ടെടുക്കുവാൻ തക്കോണം നല്ല ഒരു ഭർത്താവിനെ കിട്ടി, ഒരു വീണ്ടെടുപ്പുകാരനെ കിട്ടി ബോവസ്.
അവിടെ നമ്മൾ ആ 3:18 വായിക്കുന്നത്, നവോമി രൂത്തിനോട് പറയുകയാണ്, കേട്ടോ മകളെ, നീ ഈ കാര്യം തീരുവോളം നീ അനങ്ങാതിരിക്കുക എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയരെ? നമ്മൾ ഒരു വിഷയം ദൈവസന്നിധാനത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ വിഷയത്തിന് മുമ്പാകെ നമ്മളൊരു വിശ്വാസം നമ്മൾക്ക് അവിടെ പ്രകടമാക്കേണ്ട ആവശ്യമുണ്ട്. ആ വിശ്വാസം പ്രകടമായി ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. കൃഷിക്കാരൻ തൻ്റെ കൃഷിയുടെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ, മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ നമ്മളും കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ രൂത്ത് പറയുകയാണ്, ഈ കാര്യം ചെയ്തു തീർക്കുമ്പോളം അവൻ അടങ്ങിയിരിക്കുകയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വിഷയം നമ്മൾക്ക് ചെയ്തു വരുവോളം, എന്ത് വിഷയം വരുന്നാലും ചെയ്തു തരുവോളം അവൻ അടങ്ങിയിരിക്കുകയില്ല. ഹല്ലേലൂയ. അവിടെ നഹോമി പറയുന്നുണ്ട്, നീ ഈ രാത്രിയിൽ അവൻ്റെ അടുത്ത് ചെന്ന് അവൻ തിന്ന് തൃപ്തനായി അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ്റെ കാൽക്കൽ ചെന്ന് ആ പുതപ്പെടുത്ത് നിൻ്റെ മേലിട്ട് നീ അവൻ്റെ കാൽക്കൽ കിടക്കുക. നേരം വെളുക്കുവോളം അവിടെ കിടക്കുക. അതിൻ്റെ അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ് മക്കളെ? നമ്മൾ രാത്രിയുടെ യാമത്തിൽ നമ്മുടെ വിഷയമായിട്ട് നമ്മുടെ കർത്താവിൻ്റെ പാദപ്പെടുത്തൽ നമുക്കിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കാതിരിക്കുകയില്ല. നിങ്ങൾ അങ്ങനെ ദൈവസന്നിധാനത്തിലൊരു അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടി നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ അടങ്ങിയിരിക്കുകയില്ല. ഈ കാര്യം തീർക്കുമ്പോൾ അവൻ അടങ്ങിയിരിക്കുകയില്ല. തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരും. അല്ലെങ്കിൽ ആ ഉറപ്പോടെ നമുക്ക് നമ്മുടെ ഓരോ വിഷയങ്ങളും ദൈവസന്നിധാനത്തിൽ കൊണ്ടുവരാം പ്രിയരെ. ഹല്ലേലൂയ. നമ്മുടെ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ മണവാളനാണ്. രൂത്തിൻ്റെ വിഷയത്തിൽ ആ ബോവസ് ആ സമയം തന്നെ അവളുടെ വസ്തുവിനെ വീണ്ടെടുത്തു, അവളെയും വീണ്ടെടുത്തു. അവളുടെ ഒരു തലമുറയായിട്ട് ഓബേദ് ജനിക്കുവാനിടയായി. ഓബേദിൻ്റെ മകനാണ് ഇശായിയുടെ മകനാണ് ദാവീദ്. ദാവീദിൻ്റെ ആ ഗോത്രത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം സംഭവിച്ചത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യത്തിൽ ആ രൂത്ത് വരുവാനിടയായതിൻ്റെ കാരണം എന്താണ്? ആ നവോമിയുടെ ദൈവത്തെ പറ്റി നിന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. നവോമിയുടെ വാക്ക് ആ രൂത്ത് കേട്ടു. ഹല്ലേലൂയ. കേട്ടോ മകളെ, നീ ഭയപ്പെടേണ്ട, നിന്റെ കാര്യം തീർക്കുവോളം അവൻ അടങ്ങിയിരിക്കുകയില്ല. നീ അനങ്ങാതിരിക്കുക. നമ്മൾക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധാനത്തിൽ ദീർഘക്ഷമയോടെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ 46 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുകയും ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. നമ്മുടെ കർത്താവ് സർവശക്തനായ കർത്താവാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ എന്ത് വിഷയത്തിന് ഭാരപ്പെടുന്നോ, ഹല്ലേലൂയ, കടഭാരത്താൽ ഭാരപ്പെടുന്നോ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ഭാരപ്പെടുന്നോ, അല്ലെങ്കിൽ അമ്മായിമ്മയും മരുമകളും തമ്മിൽ അല്ലെങ്കിൽ വിഷയങ്ങളാണോ, ഒന്നിനും ഭാരപ്പെടണ്ട. മരുമകളെ സ്നേഹിക്കണം, മരുമകളും അമ്മായിമ്മയെ സ്നേഹിക്കണം. അല്ലെങ്കിൽ യേശു ക്രിസ്തു പറയുന്നത്, തമ്മിൽ സ്നേഹിച്ച് ഒരുവനോട് ഒരുവൻ ഒടുങ്ങിപ്പോകാതെ, അല്ലെങ്കിൽ തമ്മിൽ സ്നേഹിച്ച് ആ ദൈവ സ്നേഹമാണ് സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനത്തെ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇത് എനിക്കൊരു സപ്പോർട്ടായി തീരും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമാറാണ്. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ അടുത്ത് വരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും നീ സഹായിക്കണം, അനുഗ്രഹിക്കണം. അവരുടെ വിഷയത്തിൽ മേൽ നീ മറുപടി കൊടുക്കണം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ വിഷയത്തിന് മറുപടി കൊടുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾ രൂത്തിന്റെ പുസ്തകം നല്ലപോലെ വായിച്ച് പഠിക്കുക, അതിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുക.
ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.